എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റും ബീൻസും വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റും ബീൻസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസിൻ്റെ അളവ് കൂടുതലും ക്യാരറ്റിൻ്റെ അളവ് കുറവുമായിരിക്കണം. ഞാനിവിടെ 250 ഗ്രാം ബീൻസ് ക്ലീൻ ചെയ്ത ശേഷം ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കരുത്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇതിപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 4 പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അരിഞ്ഞിടണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇങ്ങനെ നീളത്തിലിടുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു മാറ്റാനായിട്ട് എളുപ്പമുണ്ടാവും. ഒരു സവാള വളരെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇത്രയും മതി. സവാള ഒരുപാട് വഴറ്റണ്ട. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കാം. അവസാനം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ക്യാരറ്റിലും ബീൻസിലും തന്നെയുണ്ട്. വെജിറ്റബിൾസൊക്കെ എപ്പോഴും വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്കിയ ശേഷം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ അടച്ച് വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റും ബീൻസും ഒക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് കുറച്ച് കൂട്ടി വയ്ക്കാം. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയിട്ട് തോരനൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ തോരൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ക്യാരറ്റ് ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.